നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഒരു പ്രഭാതമാണ്, രാവിലെ സമയമാണ് കേട്ടോ. അമ്മ അതാ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 6:30 ടൈം, ഏകദേശം ഒരു 6:37 ടൈമൊക്കെ ആയി, 6:30 കഴിഞ്ഞു. അപ്പോഴാണ് എഴുന്നേറ്റൊക്കെ വന്നത്. പിന്നെ രാവിലത്തെ ജോലികൾക്കും തീർത്ത് ഇതൊരു 10 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അതായത് ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയി, എല്ലാവരും പോയി, ഞാനും കുഞ്ഞുമാണ് വീട്ടിലുള്ളത്. അപ്പോൾ അവൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു മാത്സ് ആണ് ഏറ്റവും കൂടുതൽ, അപ്പോൾ എനിക്ക് പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷിച്ച പോലെ പഠിക്കാൻ പറ്റാതിരുന്നത് മാത്സാണ്. ചെയ്യാൻ പറ്റാതിരുന്നത്, എക്സാമിന് വേണ്ടി ചെയ്യാൻ പറ്റാതിരുന്നത് മാത്സാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി എനിക്ക് നന്നായിട്ട് മാത്സ് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മാർക്ക് ഒരുപാട് കുറഞ്ഞു. അതുകൊണ്ട് നെക്സ്റ്റ് എക്സാം ASM ഒരിക്കലും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ മാത്സാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. മാത്സിൻ്റെ കാര്യം എനിക്ക് പറയാനാണെങ്കിൽ, ഞാൻ ട്രിക്ക് ടേൺ എന്ന് പറയുന്ന ജെറിൻ സാറിൻ്റെ ക്ലാസ്സസ് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. യൂട്യൂബിൽ ട്രിക്ക് ടേൺ എന്ന് പറഞ്ഞ ചാനലുണ്ട്. സാറിൻ്റെ പേര് ജെറിൻ എന്നാണ്. സാറിൻ്റെ ക്ലാസ്സസ് ഭയങ്കര പെട്ടെന്ന് നമുക്ക് മാത്സ് ചെയ്ത് ട്രിക്സ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ട്രിക്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ട്രിക്സ് ഓർത്തിരിക്കത്തുള്ളൂ. ട്രിക്സ് അല്ലാതെയും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ആൻസറിലേക്ക് എത്തുന്നതെന്നും ട്രിക്സ് ഉപയോഗിച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താവുന്ന എങ്ങനെയാണെന്നും എല്ലാം സാർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സാറിൻ്റെ ഏകദേശം എല്ലാ ക്ലാസ്സുകളുടെയും നോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതങ്ങനെ ഒരു നോട്ടാണ്. ഇതിപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു നോട്ടാണ്. മിക്ക ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ ഇതിലുണ്ട്. പിന്നെ ഇതിൽ നിന്ന് വിട്ടുപോയ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ വേറെ ഇത് നോക്കാതെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ യൂട്യൂബിൽ അടിച്ചു കൊടുക്കാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് SSC എന്ന് അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ SSCയുടെ കുറേ ഇത് വരും. ഇപ്പം ജെറിൻ സാറ് വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും. പിന്നെ ഞാൻ ചുമ്മാ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് PSC എന്ന് അടിച്ചു കൊടുത്താൽ ട്രിക്ക് ടേൺ അല്ലാതെ വേറെ ഒരുപാട് ചാനൽസ് വരുമല്ലോ. സോ അതിൻ്റെ അകത്തുനിന്നും ഞാൻ എല്ലാം ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാറുണ്ട്. അതുകൂടാതെ എൻ്റെ കയ്യിൽ 2 PDF ബുക്സ് ഉണ്ട്. അതായത് SSCയുടെ ഒക്കെ ഒരു ബുക്കുണ്ട്. അതിനകത്തുനിന്നും അത് PDF ആയിട്ട് എൻ്റെ ഫോണിലാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വളരെ കുറവാണ് ചെയ്യുന്നത്. അതിനകത്ത് കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. അത് വെച്ച് കുറച്ചും കൂടെ പാടുള്ള ഡിഗ്രി ലെവലിന് പറ്റുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതൽ അതിനകത്തുള്ളത്. എന്തായാലും എൻ്റെ ബേസ് സ്ട്രോങ് ആക്കിയിട്ട് അതിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാര്യം ഈ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ അതിൻ്റെ ട്രിക്സും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് വീണ്ടും ചെയ്ത് പഠിക്കുകയാണ്. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇപ്പം വീട്ടിലിരുന്ന് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഇക്വേഷൻ ഓർമ്മ വരികയും അല്ലെങ്കിൽ ട്രിക്ക് ഓർമ്മ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ട്രിക്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ ചെയ്ത് തീരാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നെ മാത്സ് വിട്ടിട്ട് GK പോകും. പിന്നെ GK ഞാൻ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ബെല്ലൊക്കെ അടിക്കും. എനിക്ക് പിന്നെ ലാസ്റ്റ് ബെല്ലൊക്കെ അടിക്കുമ്പോൾ പിന്നെ എനിക്ക് വെപ്രാളമാണ്. പിന്നെ എനിക്ക് ആൻസറിലേക്ക് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ കാണുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ക്ലോക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്നൊരു ടോപ്പിക്കാണ് ക്ലോക്കിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ ഡിഗ്രി പ്രിലിമിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. അതായത് അവസാനത്തെ നിമിഷം ആഡ് ചെയ്യേണ്ട സമയത്ത് ചിലത് ഞാൻ സബ്സ്ട്രാക്ട് ചെയ്ത് വെച്ചു. ഓപ്ഷനിലാണെങ്കിൽ ആഡ് ചെയ്ത ആൻസർ ഉണ്ടായിരുന്നു, സബ്സ്ട്രാക്ട് ചെയ്യുന്ന ആൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സബ്സ്ട്രാക്ട് ചെയ്യുന്ന ആൻസറിൽ കുത്തി. എനിക്ക് വീട്ടിൽ വന്ന് ആൻസർ നോക്കിയപ്പോൾ ഉണ്ടായ വിഷമം, നമുക്കറിയാവുന്നൊരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാണാതെ പോയി നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്നില്ല, വെപ്രാളത്തിനടിക്കുക. എന്നിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ദൈവമേ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇത് ഞാൻ കണ്ടില്ലല്ലോ, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു റിഗ്രറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ഒരു റിഗ്രറ്റാണ്. അപ്പം എന്തായാലും ASMൻ്റെ എക്സാമിന് ഈ ഒരു ലൂപ്പ് ഹോൾസ് ഒന്നും വരാതെ തന്നെ ഏറ്റവും നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യണം. മാത്സും ഇംഗ്ലീഷും മലയാളവും തെറ്റൊന്നും വരുത്താതെ നന്നായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഈ മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ തന്നെ ഏകദേശം ഒരു 100 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ട്. അതുകൂടാതെ പിന്നെ ഇൻട്രസ്റ്റിൻ്റെ മിക്ക ടോപ്പിക്സിൻ്റെ ഉണ്ട്. എൻ്റെ ഇല്ലാത്ത നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണൻസിൻ്റെ നോട്ടില്ല, പിന്നെ നമ്പേഴ്സിൻ്റെ നോട്ടില്ല, അതൊക്കെയാണ് ഇല്ലാത്തത്. ഇത് പിന്നെ എൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നോട്ടാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഴുതി വെച്ചിരിക്കുന്ന നോട്ടാണ്. ഒറ്റൊരു പേജിൽ മാത്രമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന നോട്ടാണ്. ഇപ്പം എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നാണ് ഇപ്പോൾ പഠിക്കുന്നത് പകൽ സമയത്ത് ചില ദിവസങ്ങളിൽ. അപ്പം കുഞ്ഞിനെ എൻ്റെ മദറിലാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് പഠിക്കും. അങ്ങനെ എനിക്കൊരു 3 to 4 hours ഡിസ്റപ്ഷൻ ഇല്ലാതെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ വീടാണ്, അതുകൊണ്ടാണ് കുഞ്ഞിനെ ഇടയ്ക്ക് കാണാത്തത്. ഞാൻ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഈ ഒരു പ്രശ്നം തന്നെയാണ്. എനിക്ക് എല്ലാത്തിൻ്റെയും നോട്ട്സ് കൊണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് പഠിക്കാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ഏരിയ ആയിരിക്കും കുറച്ചൊന്ന് പഠിക്കാത്തതെന്ന് വെച്ചാൽ, ജുഡീഷ്യറി ആ ഒരു ഏരിയയൊക്കെ. അല്ലാതെ എല്ലാത്തിൻ്റെയും നോട്ട്സും ഉണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, എക്സാം ഹാളിൽ വരുന്ന സമയത്ത് എനിക്ക് ഡൗട്ട്സ് വരികയാണ്. എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ മാർക്ക് അതുകൊണ്ട് കൂടുന്നില്ല എന്നൊരു ഫീലിംഗ് ആണ്. അപ്പം ASMന് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ASMന് എൻ്റെ പ്രശ്നങ്ങൾ, അതായത് എൻ്റെ റിവിഷൻ്റെ കുറവ്, അതുപോലെ എൻ്റെ മാത്സിൻ്റെ ആ ഒരു ഇഷ്യൂ, ഇതെല്ലാം മാറ്റി നന്നായിട്ട് എനിക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.